ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്റർ വണ്ടിയാണ്. വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചായിരുന്നു. അതിന് ശേഷം വണ്ടി റീസെറ്റിങ്ങിനായിട്ട് വന്നതാണ്. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ഒട്ടുമിക്ക പാർട്സുകളും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു വണ്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ കാർബറേറ്റർ കൂടിയിട്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ശേഷമാണ് അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ഇപ്പോൾ നമുക്ക് പുറമേ നിന്ന് അറിയാനും പറ്റില്ല. അപ്പോൾ സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ജനറലായിട്ടുള്ള ചെക്കപ്പിനും സർവീസിനും വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാൻ പറ്റും. ക്ലച്ചിൻ്റേതടക്കം ഗിയർ ബോക്സിൻ്റേതടക്കം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഐറ്റം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് വണ്ടി സ്റ്റാർട്ടാകുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. വല്ല പുകയുടെ പ്രശ്നമുണ്ടോ, ഇനി അതല്ലെങ്കിൽ എൻജിൻ സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ, അതായത് ക്രാങ്കിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, ക്യാം ഷാഫ്റ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഇതൊന്നും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ബാക്കിയത്തെ പുറമേ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഭാഗങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട്. അത് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നെ അതിൻ്റെ മെയിനായിട്ട് താക്കോലില്ല. അപ്പോൾ കീ സെറ്റ് മാറണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് സൈഡ് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഐറ്റംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റിമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ഈ പറഞ്ഞ രീതികളെ ഒരല്പം മോശമുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിടാം, പുതിയ ഓയിൽ ഫില്ല് ചെയ്യാം. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എയറൊക്കെ കുറവുണ്ട്. പിന്നെ വല്ല പഞ്ചർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ദിവസം ഇപ്പോൾ എയറൊക്കെ അടിച്ച് ചെക്ക് ചെയ്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വണ്ടി നമുക്കൊന്ന് ഉപയോഗിക്കാം. അതിന് ശേഷം പഞ്ചർ എന്തെങ്കിലും കാണിക്കേണ്ടെങ്കിൽ മാത്രം നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്താൽ മതി. കാരണം ഞാൻ അത്യാവശ്യം തുരുമ്പുണ്ട്, റിമ്മിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമുക്ക് കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല. അപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് റിസെറ്റ് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്. ഉപയോഗിക്കാണ്ടിരുന്ന പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്ന ഒരു ഭാഗമാണ് ഈ ക്ലച്ചിൻ്റെ ഭാഗം. അത് നമുക്ക് അതിൻ്റെ വീലുമൊക്കെ നോക്കുമ്പോൾ അറിയാം. ഈ വീലൊക്കെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം തുരുമ്പിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒരു സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റിസെറ്റ് ചെയ്യാം. ഇതെന്താ പ്രോബ്ലം എങ്കിൽ അവിടെ ചെറിയൊരു റഫ്നെസ് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബെൽറ്റിൻ്റെ ശരിക്കും പറഞ്ഞ ക്വാളിറ്റി ശരിക്കും ബാധിക്കും. കാരണം ബെൽറ്റിൻ്റെ ലൈഫിനെ ബാധിക്കുമെന്ന് പറയാൻ കാരണം ഈ സൈഡ് വരഞ്ഞിട്ട് ബെൽറ്റ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. തൽക്കാലം വേറെ ഒന്നും ചെയ്യേണ്ട, തൽക്കാലം അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിടാം. പിന്നീട് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ചെയ്യാം. ബെൽറ്റ് ഈ പറഞ്ഞ രീതിക്ക് ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി കമ്പനി ബെൽറ്റൊന്നുമല്ല, ഇവിടെയൊക്കെ ഓൾറെഡി ഡാമേജ് ഉണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സൈഡൊക്കെ ഇങ്ങനെ വിണ്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണമായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് ഓടുമ്പോൾ തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ കമ്പനി ബെൽറ്റൊന്നും അല്ല അത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. റോളർ സെറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പുണ്ട്. ഈ സൈഡൊക്കെ തുരുമ്പാണ്. അതിൻ്റെ ഈ വീലുകൾക്കായാലും ഈ വീൽ അത്രയില്ല, ഈ സൈഡ് വീൽ തുരുമ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ആ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റ് വന്ന ഭാഗത്തും അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ചിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്റർ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന പ്രോബ്ലംസ് കാർബറേറ്ററിനുണ്ട്. അതിൻ്റെ ഈ ജെറ്റുകളൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫംഗസ് പിടിച്ചേക്കണ പോലെയൊക്കെ വന്ന് ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഓവർഫ്ലോ നീഡിൽ വന്ന് അടയണ ഭാഗമാണ്, അതും ഫംഗസ് പിടിച്ച് തന്നെ ഇരിക്കണേ. അത് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മിക്കവാറും ഓവർഫ്ലോ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ വരാതിരിക്കാനായിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ബഡ്സൊക്കെ ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ബൈ ചാൻസ് എങ്ങാനും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക തരുള്ളൂ കേട്ടോ. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ ചെറിയൊരു ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിളൊക്കെ സ്റ്റക്കായി പോയി ഉപയോഗിക്കാണ്ടിരുന്നിട്ട്. അതേപോലെ ആക്സിലേറ്റർ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ വലിയ പ്രശ്നം കാണുന്നില്ല. നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ടൈറ്റോ അങ്ങനെ സ്റ്റക്കായ പോലെ അവസ്ഥ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ കണ്ടീഷനിൽ ബോഡി കയറിനേക്കാളും ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം. ചെയ്സൊക്കെ ഫുള്ള് തുരുമ്പ്, ഈ സൈഡൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോഡി ഫുള്ളായിട്ട് അയച്ച് ഫ്രെയിം മാത്രമാക്കിയിട്ടേ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യാം. അതിന് ശേഷം ആ ചെയ്സ് ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ക്ലിയർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബോഡി കയറ്റാനായിട്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാനായിട്ട് പറ്റില്ല. ചെയ്സൊക്കെ ഒടിഞ്ഞ് താഴെ വീഴുമ്പോഴൊക്കെ ആയിരിക്കും അറിയാൻ പറ്റുക. ആ ഭാഗമൊക്കെ അത്യാവശ്യം തുരുമ്പാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പെയിൻറ്റൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട്.
പിന്നെ ടാങ്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം, പെട്രോൾ അടിക്കണം, പെട്രോളില്ല. പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രീൻ ബുഷ് മാറ്റിയിടണം, ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്കിത് ഇരിക്കണ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2023 ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററിയാണ്. സ്റ്റിൽ ഡെഡാണ്, ഒന്നുമില്ല, ഒട്ടും ചാർജ് ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ കുറച്ച് നേരം ഇട്ട് നോക്കി ചാർജിൽ, പക്ഷേ വ്യത്യാസമൊന്നും കാണുന്നില്ല. എന്നാലും നമുക്കൊന്ന് വേറൊരു ബാറ്ററിയും കൂടിയും സപ്പോർട്ട് കൊടുത്തിട്ടൊന്ന് ഇട്ട് നോക്കാം. കയറി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഈ സെൻറ്റർ ഭാഗം കൂടെ ഒക്കെ പൊട്ടിപ്പോയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും വൈബ്രേഷൻസൊക്കെ ഉണ്ടാവും, ഫൈബർ ബോഡി ആയതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട്. ഓയിൽ മോശമാണ്, മാറ്റിയിടാം. സ്പാർക്ക് പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ. പ്ലഗും അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇതൊക്കെ പൊടിഞ്ഞിട്ട് ആ പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം, പ്ലഗ് മാറ്റിയിടണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയയിൽ വേണമല്ലോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിലൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ബാക്കിയത്തെ എന്തൊക്കെ ചെയ്താലും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലാണ് എൻജിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി കംപ്ലയിൻറ്റ് ഉണ്ടായില്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അല്ല, എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള കേസ് വണ്ടി സ്റ്റാർട്ട് ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സർവീസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അഴിച്ചത്. അപ്പോൾ ഉള്ള പ്രോബ്ലംസ് വന്നപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട കേസ് സ്റ്റാർട്ടിങ്ങിൽ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം, പ്ലഗ് മാറ്റിയിടണം, അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം കൂടിയും ക്ലിയർ ചെയ്യണം. ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യണം. അപ്പോൾ ബെൽറ്റൊക്കെ വേണമെങ്കിൽ തൽക്കാലം ഇത് തന്നെ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അതല്ലെങ്കിൽ നമ്മൾ ബാക്കിയത്തെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് കണക്ക് കൂട്ടിയിട്ട് വല്ല എഞ്ചിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ എമൗണ്ടൊക്കെ വരും. അപ്പോൾ ആദ്യം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. ആ രീതിയിൽ ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. എന്തായാലും കുറച്ച് താമസം എടുക്കുന്ന പണിയൊക്കെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം ഓരോ ഘട്ടമായിട്ട് ഇനിയിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ആക്കിയതിന് ശേഷം അത്യാവശ്യം മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ബോഡി അഴിച്ചിട്ട് ഫുള്ള് വാട്ടർ സർവീസിലേക്ക് വിടണം. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോകും. പിന്നെ എടുത്തുകൊണ്ടൊന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് ഉരച്ച് ക്ലീൻ ചെയ്ത് ചേസൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്ന കണ്ടീഷനിലേക്ക് ആക്കാം. അതിന് ശേഷം നമുക്ക് സെൽഫിൻ്റെ കേസൊക്കെ പിന്നെ നോക്കിയാൽ മതി. കാരണം ഞാൻ ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഓക്കെ.